ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം പച്ചരി ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതുപോലെ ചെറിയ തരിയായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ അരിയും 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനി ചെറിയ ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടല്ല, ഒരു അത്യാവശ്യം മീഡിയം ചൂടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളപ്പത്തിൻ്റെയൊക്കെ ഒരു മാവ് പോലെ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇനി നമുക്കതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചുമപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അരിയിലൊക്കെ ചോന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചോന്ന് വന്നിട്ട് നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതാ നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ചട്ടി അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചുവന്ന നിറയി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയെടുക്കാം. നമ്മളങ്ങനെ എല്ലാതും വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണേ. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ.